19 വയസ്സു മുതൽ നക്ഷത്രങ്ങളുടെ അമ്മ, മക്കളായി സത്യൻ മുതൽ യുവതാരങ്ങൾ വരെ. കവിയൂർ പൊന്നമ്മയെ എക്കാലവും വികാരവതിയാക്കിയത് അമ്മ വേഷങ്ങൾ തന്നെയായിരുന്നു. മകളെ കലാകാരിയാക്കണമെന്നുള്ള ഒരച്ഛൻ്റെ അടങ്ങാത്ത ഭ്രമം മലയാള സിനിമയ്ക്ക് നൽകിയത് ഒരു അതുല്യ അഭിനേത്രിയെയായിരുന്നു. നാടകത്തിലും സിനിമയിലും പലർക്കും പകരക്കാരിയായി അഭിനയം തുടങ്ങിയെങ്കിലും കവിയൂർ പൊന്നമ്മയ്ക്ക് ഒരു പകരക്കാരിയെ കണ്ടെത്താൻ അന്നും ഇന്നും മലയാള സിനിമയ്ക്ക് ആയിട്ടില്ല. മലയാളികൾക്ക് എന്നും അമ്മയാണ് പൊന്നമ്മ. 19 വയസ്സിൽ ആദ്യ അമ്മ വേഷം ചെയ്യുമ്പോൾ പോലും അമ്മ വേഷങ്ങളിൽ തളയ്ക്കപ്പെടുമോ എന്ന ഭയം അവർക്ക് തെല്ലും തോന്നിയില്ലായിരുന്നു. കുടുംബിനി എന്ന ചിത്രത്തിൽ നസീറിൻ്റെയും മധുവിൻ്റെയും അമ്മയായിട്ടായിരുന്നു അമ്മ വേഷത്തിൽ അരങ്ങേറ്റം. പിന്നീട് പഴയ തലമുറയിലെ സത്യനും പ്രേം നസീറും മധുവും ഉൾപ്പെടെയുള്ള അനേകം താരങ്ങൾക്കും പുതിയ തലമുറയിലെ ദിലീപിനും പൃഥ്വിരാജിനുമൊക്കെ ഒപ്പം ആവർത്തിച്ചു പോന്ന അമ്മ കഥാപാത്രങ്ങൾ ഏറെ. മലയാള സിനിമാ രംഗത്തെ ഒട്ടുമിക്ക നടന്മാരുടെയും അമ്മയായി കവിയൂർ പൊന്നമ്മ വേഷമിട്ടെങ്കിലും മോഹൻലാലിൻ്റെ അമ്മയായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ കവിയൂർ പൊന്നമ്മ ഇടം പിടിച്ചു. ഇന്ന് താനും മോഹൻലാലുമൊത്തുള്ള കോമ്പിനേഷൻ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നതുപോലെ തനിക്കേറെ പ്രിയപ്പെട്ട കോംബോ പ്രേം നസീറിനോടൊപ്പമുള്ള അമ്മ വേഷങ്ങളെന്ന് കവിയൂർ പൊന്നമ്മ എപ്പോഴും പറയുമായിരുന്നു. മകനായ പ്രേം നസീറിന് ചോറുവാരി വായിൽ വെച്ചു കൊടുക്കുന്ന രംഗത്തിൽ നെഞ്ചി പൊട്ടുന്ന വേദന തോന്നി കരഞ്ഞുപോയ നിമിഷം ഓർത്തെടുത്തു പറഞ്ഞപ്പോൾ തെളിഞ്ഞ കണ്ണുകളിലെ നനവ് മറയ്ക്കാൻ പൊന്നമ്മയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. സിനിമയിലെത്തിയ ശേഷം പ്രായം തോന്നുമെന്ന കാരണത്താൽ പൊന്നമ്മ എന്ന പേരു മാറ്റാൻ പലരും പല ആവർത്തി ആവശ്യപ്പെട്ടെങ്കിലും കവിയൂർ പൊന്നമ്മ അതിന് തയ്യാറായില്ല. അച്ഛനും അമ്മയുമിട്ട പേര് തൻ്റെ വളർച്ചയിൽ എന്നും തനിക്കൊപ്പം ഉണ്ടാവണമെന്നായിരുന്നു പൊന്നമ്മയുടെ വാശി. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമെന്ന ബോധ്യമുണ്ടായിരുന്നിട്ടും അമ്മ വേഷങ്ങൾ എപ്പോഴോ പൊന്നമ്മ എന്ന അഭിനേത്രിയെ ഹരം കൊള്ളിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 400-ലധികം സിനിമകളിൽ അഭിനയിച്ചപ്പോൾ അതിൽ ഏറെയും അമ്മ കഥാപാത്രങ്ങളിൽ എത്തി നിന്നതും ആ സന്തോഷത്തിലായിരിക്കും. പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിൽ 1945 സെപ്റ്റംബർ 10 പൊന്നമ്മയുടെ ജനനം. അച്ഛൻ TP ദാമോദരൻ, അമ്മ ഗൗരി. പൊന്നമ്മ 7 മക്കളിൽ മൂത്തവൾ. MK ത്യാഗരാജൻ മാസ്റ്ററുടെ പഴയ പാട്ടുകൾ കേട്ടു വളർന്ന കുട്ടിക്കാലം സംഗീതത്തോട് അടുപ്പിച്ചു. സംഗീതം പഠിപ്പിച്ച ഗുരുക്കൾ ഏറെ. LPR വർമ്മയുടെ കീഴിൽ സംഗീതം പഠിക്കാനായി ചങ്ങനാശ്ശേരിയിലെത്തി. വെച്ചൂർ S ഹരിഹര സുബ്രഹ്മണ്യരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചു. ഒരിക്കൽ സ്കൂൾ വിട്ടു വരും വഴി തൊട്ടു പിന്നാലെ പിന്തുടർന്നു വന്ന അംബാസഡർ കാർ വഴിത്തിരിവായി. കാറിലുണ്ടായിരുന്ന തോപ്പിൽ ബാസി, ശങ്കരാടി, കേശവൻ പോറ്റി, പറവൂർ ദേവരാജൻ പൊന്നമ്മയെ പിന്തുടർന്ന് വീട്ടിലെത്തിയ കൂട്ടത്തിലൊരാൾ പറഞ്ഞു, എടി കൊച്ചേ, ആ തമ്പുരു എടുത്തൊരു കീർത്തനം പാടിയേ. പാട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അച്ഛൻ ദാമോദരനോട് പറഞ്ഞു, നാടകത്തിൽ പാടാനും അഭിനയിക്കാനും ഒരു കുട്ടിയെ വേണം. മകൾക്ക് കല അഭ്യസിപ്പിക്കുന്നതിൽ പണ്ടേ തൽപരനായ ദാമോദരൻ മറ്റൊന്നും ആലോചിക്കാതെ സമ്മതമൂളി. അങ്ങനെ പൊന്നമ്മ നാടക നടിയായി. 14-ാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിൻ്റെ നാടകങ്ങളിൽ ഗായികയും നടിയുമായി. ഡോക്ടർ എന്ന നാടകത്തിലാണ് കവിയൂർ പൊന്നമ്മ ആദ്യമായി പാടുന്നത്. പൂക്കാര പൂത്തരുമോ, വെള്ളിച്ചില്ലം കാടുകളിൽ ഒളിച്ചു കളിക്കുവാൻ എന്നീ പ്രശസ്ത നാടകഗാനങ്ങളും കവിയൂർ പൊന്നമ്മ ആലപിച്ചു. അഭിനയം വശമില്ലായിരുന്ന തനിക്ക് എന്നും ഗുരു തോപ്പിൽ ബാസി തന്നെയായിരുന്നുവെന്ന് കവിയൂർ പൊന്നമ്മ നിസ്സംശയം പറയുമായിരുന്നു. അന്നത്തെ പ്രമുഖ നാടക നടി സുലോചന സിനിമയിൽ അവസരം കിട്ടി നാടകത്തിൽ നിന്ന് മാറി നിന്നപ്പോഴൊക്കെ പകരക്കാരിയായി KPSC പൊന്നമ്മയെയും വിളിച്ചു. O മാധവൻ കാളിദാസ കലാക്ഷേത്രം എന്നൊരു സമിതി രൂപീകരിച്ചപ്പോൾ അവിടെയും കവിയൂർ പൊന്നമ്മ ഭാഗമായി. KPSCയുടെ മൂലധനം എന്ന നാടകത്തിലും ശ്രദ്ധേയ വേഷം ചെയ്തു. 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലാണ് ആദ്യമായി മൂവി ക്യാമറയ്ക്ക് മുമ്പിൽ എത്തുന്നത്. രാവണനായി കൊട്ടാരക്കര ശ്രീധരൻ നായർ എത്തിയപ്പോൾ സുന്ദരിയായ മണ്ടോദരിയായത് കവിയൂർ പൊന്നമ്മയായിരുന്നു. വേഷം കെട്ടി വരാൻ ആവശ്യപ്പെട്ടു, വന്നു. അത്രമാത്രമായിരുന്നു ആദ്യ അഭിനയം. 1964 ഡിസംബറിൽ കുടുംബിനി എന്ന ചിത്രത്തിന്റെ ഭാഗമായി. 65 മദ്രാസിൽ വെച്ച് കല്യാണം. സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയായിരുന്നു പൊന്നമ്മയുടെ ഭർത്താവ്. ശേഷം 1965 തൊമ്മന്റെ മക്കൾ എന്ന സിനിമയിൽ സത്യന്റെയും മധുവിന്റെയും, പാദസരം എന്ന സിനിമയിൽ TG രവിയുടെയും ഉൾപ്പെടെയുള്ള മിക്കവരുടെയും അമ്മയായി വിവാഹശേഷവും അഭിനയം തുടർന്നു.
1973 പെരിയാർ എന്ന ചിത്രത്തിൽ മകനായി അഭിനയിച്ച തിലകൻ പിൻകാലത്ത് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ് എന്ന നിലയിൽ മികച്ച ജോഡി എന്ന ഖ്യാതി നേടി. 1965 തന്നെ ഓടയിൽ നിന്ന് സത്യന്റെ നായികാ കഥാപാത്രമായ അമ്പലക്കുളങ്ങര എന്ന മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനം ഉൾപ്പെടെയുള്ള ഗാനരംഗങ്ങളിൽ കവിയൂർ പൊന്നമ്മ എന്ന നടിക്ക് ആരാധകരെ നേടിക്കൊടുത്തു. ആ വർഷം തന്നെ സത്യന്റെ അമ്മ വേഷവും ചെയ്തു എന്നത് അഭിനേത്രി എന്ന നിലയിൽ അക്കാലത്ത് മറ്റൊരു നായിക നടിക്കും അവകാശപ്പെടാനില്ലാത്തതായിരുന്നു നേട്ടം. 1974 നെല്ല് എന്ന ചിത്രത്തിലെ സാവിത്രി എന്ന കഥാപാത്രമാണ് അമ്മ വേഷങ്ങളിൽ നിന്നും വേറിട്ടു നിന്ന പൊന്നമ്മയുടെ മറ്റൊരു കഥാപാത്രം. 1971, 72, 73, 94 എന്നീ വർഷങ്ങളിലായി ഏറ്റവും നല്ല രണ്ടാമത്തെ നടിക്കുള്ള അവാർഡുകൾ 4 തവണ കവിയൂർ പൊന്നമ്മയെ തേടി വന്നു. തീർത്ഥയാത്രയിലെ അഭിനയത്തിന് പുരസ്കാരം ലഭിക്കുമ്പോൾ ഒരേ സമയം അതിലെ പ്രശസ്തമായ അംബികെ ജഗദംബികെ എന്ന ഭക്തിഗാനത്തിന്റെ ശബ്ദവുമായിരുന്നു പൊന്നമ്മയിലെ ഗായിക. സിനിമയെ മാറ്റി നിർത്തിയാൽ വ്യക്തി എന്ന നിലയിൽ ഏറെ വ്യത്യസ്തയായിരുന്നു പൊന്നമ്മ. താൻ അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലെന്ന് പൊന്നമ്മ പറയുമായിരുന്നു. സ്വതവേ ശാന്തശീലയും സാധുവുമായിരുന്നു കവിയൂർ പൊന്നമ്മ. അമ്മ എന്ന വാക്കിന് ഏറ്റവും ഉചിതയായവൾ. മലയാള സിനിമയ്ക്ക് എക്കാലത്തെയും അമ്മ തന്നെയാണ് കവിയൂർക്കാരിയായ പൊന്നമ്മ.